സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കോഴിക്കോട് വ്യാപക കൃഷിനാശം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക്. തദ്ദേശ സ്വയംഭരണ വാർഡ് പുനഃസംഘടനാ ഓർഡിനൻസ് മടക്കിയത് സാങ്കേതിക നടപടിയെന്ന് ഗവർണർ ആരിഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ ഓർഡിനൻസ് പരിഗണിക്കാനാവില്ല. സെനറ്റിലേക്കുള്ള നോമിനേഷനിൽ കോടതി വിധിയെക്കുറിച്ച് പ്രതികരിക്കാതെ ഗവർണർ. മദ്യനയത്തിൽ സമഗ്രമാറ്റത്തിനൊരുങ്ങി സർക്കാർ. 1-ാം തീയതിയിൽ ഡ്രൈ ഡേ ഒഴിവാക്കും. IT പാർക്കുകളിൽ മദ്യശാലകൾ തുറക്കാനും തീരുമാനം. സർക്കാർ നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതിയുടെ അംഗീകാരം. പെരിയാറിൽ മത്സ്യക്കുരുതിയിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ. വകുപ്പുകൾ തമ്മിൽ ആശയവിനിമയത്തിൽ വീഴ്ചയുണ്ടോയോ എന്ന് പരിശോധിക്കും. മീനുകളുടെ കൂട്ടക്കുരുതിക്കിടയാക്കിയ രാസമാലിന്യം എന്തെന്ന് വ്യക്തതയില്ല. മത്സ്യക്കുരുതിയിൽ നിയമ നടപടിക്കൊരുങ്ങി കർഷകർ. കാസർഗോഡ് കാർഡുക്ക സൊസൈറ്റി തട്ടിപ്പിലെ ഇരകളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും. നിക്ഷേപം പിൻവലിക്കാനെത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതയെ ബാങ്ക് ജീവനക്കാർ തിരിച്ചയച്ചു. സർക്കാരിൽ നിന്ന് ലഭിച്ച ധനസഹായം പിൻവലിക്കാനാകാതെ ദുരിതബാധിതർ. കോഴിക്കോട് മുക്കം മേടമ്പറ്റക്കുന്നിൽ കുന്നിടിച്ചിൽ രൂക്ഷം. ഭൂമാഫിയയുടെ കുന്നിടിക്കലിന്റെ ഇരകളായി 100-ലധികം പേർ. മഴ ശക്തമായതോടെ ബന്ധുവീടുകളിൽ അഭയം തേടി കുടുംബങ്ങൾ. 3 ഏക്കറോളം കുന്നിടിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം.